ധനികനായ മനുഷ്യൻ. ഈ ഭാഗത്ത് ഒരു സമ്പന്നനായ അധികാരി യേശുവിനെ സമീപിച്ച് നിത്യജീവൻ ലഭിക്കേണ്ടതിന് ഞാൻ എന്തു ചെയ്യണം എന്ന് ചോദിക്കുന്നു. ഇതിന് മറുപടിയായി യേശു അവനോട് കൽപ്പനകൾ ഓർമ്മിപ്പിക്കുകയും അവസാനം അവൻ്റെ സമ്പത്ത് വിറ്റ് ദരിദ്രർക്ക് നൽകാൻ വിളിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവൻ അതിൽ ദുഃഖത്തോടെ പിന്മാറുന്നു. തുടർന്ന് യേശു ശിഷ്യന്മാരോട് സമ്പത്തിൻ്റെ അപകടത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു. ലൂക്ക 18 മുതൽ 30 വരെ. നിത്യജീവൻ ഒരു കൃപാദാനമാണ്. ഈ ദാനം ലഭിക്കുന്നതിന് കൽപ്പനകൾ മാത്രം പാലിച്ചാൽ പോരാ. ഹൃദയത്തിൽ സ്ഥാനം ദൈവത്തിന് മാത്രം ആയിരിക്കണം. ഇവിടെ സമ്പത്തിനെതിരെയല്ല, സമ്പത്തിൽ ആശ്രയം വയ്ക്കുന്ന ഹൃദയത്തിനെതിരെയാണ് മുന്നറിയിപ്പ് നൽകുന്നത്. സമ്പത്ത് ദൈവം നൽകുന്ന അനുഗ്രഹമാണ്. എന്നാൽ അത് ദൈവത്തെ മാറ്റിസ്ഥാപിച്ചാൽ അത് ആത്മീയ തടസ്സമാകും. രക്ഷ മനുഷ്യന്റെ പരിശ്രമത്തിലല്ല, ദൈവത്തിൻ്റെ കൃപയിലാണ്. നിനക്ക് കുറവുള്ളത് ഒന്നേ ഉള്ളൂ. ഈ വാക്കുകൾ നമ്മിൽ ഓരോരുത്തരോടും സംസാരിക്കുന്ന ദൈവശബ്ദമാകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.